2021 ഡിസംബർ 25 അർദ്ധരാത്രി എറണാകുളം കിഴക്കമ്പലത്തെ കിറ്റെക്സ് ലേബർ ക്യാമ്പിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം. ഇന്നും ഇത് കേരളത്തിലെ പോലീസിന് ഒരു പേടിസ്വപ്നമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകില്ല. അന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോലീസുകാർ നിഷ്ക്രിയരായി നിന്നു. കേരളത്തിലെ പ്രധാന തടി വ്യവസായ മേഖലയാണ് പെരുമ്പാവൂർ എന്നറിയാമല്ലോ. പെരുമ്പാവൂരിലുള്ളത് 400-ലേറെ പ്ലൈവുഡ് ഫാക്ടറികളാണ്. ഓരോ ഫാക്ടറിയിലും കുറഞ്ഞത് 150 ബംഗാളികൾ. പെരുമ്പാവൂർ, കോതമംഗലം, കുറ്റിപ്പുഴ, മൂവാറ്റുപുഴ മേഖലകൾ കേന്ദ്രീകരിച്ച് കേരളീയരല്ലാത്ത 1,00,000-ലധികം പേർ ഇവിടെ തൊഴിലെടുക്കുന്നു. ഇവരെ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് വിളിച്ച് തള്ളിക്കളയരുത്. കാരണം ബംഗ്ലാദേശിൽ നിന്ന് എത്തുന്നവരാണ് ഇവരിൽ അധികവുമെന്ന് തെളിവ് സഹിതം പെരുമ്പാവൂരുകാർ പറയും. 3 മാസം മുൻപ് ആലുവയിൽ നിന്ന് ട്രെയിൻ കയറിപ്പോയ ഭായിമാരിൽ പകുതി പേരും മടങ്ങിയെത്തിയിട്ടില്ല. മടങ്ങി വരാത്തവർ ബംഗ്ലാദേശികൾ തന്നെയാണ്. ചിലർ ഫാക്ടറി ഉടമകളുടെ ചിലവിൽ ടൂറിസ്റ്റ് ബസ്സിലാണ് ബംഗാളിലേക്ക് പോയത്. എന്നാൽ പല ബസ്സുകളും അവരെ കൂടാതെ കാലിയായി മടങ്ങിയെത്തി. പാതി വഴിക്ക് ഭായിമാർ സീറ്റ് കാലിയാക്കിയതിനാൽ പെട്ടെന്ന് മടങ്ങി വന്ന ബസ്സുകളുമുണ്ട്. അപകടം മണത്ത് സ്ഥലം വിട്ടവരാണ് ഇവർ. എന്നാൽ സ്ഥലം വിടാതെ പെരുമ്പാവൂരിൽ താവളം അടിച്ചവരിൽ എത്ര ബംഗ്ലാദേശികൾ ഉണ്ട് എന്ന് കണ്ടെത്തുക സംസ്ഥാന ഇന്റലിജൻസിന് മുന്നിലുള്ള വെല്ലുവിളിയാണ്. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശികളെ അതിർത്തി കടത്തി ബംഗാളിലെത്തിക്കാൻ നേതൃത്വം നൽകിയത് തൃണമൂൽ കോൺഗ്രസിലുണ്ടായിരുന്ന പ്രത്യേക ഏജൻസികൾ തന്നെയാണ്. ഒരാൾക്ക് അതിർത്തി കടക്കാൻ 2,500 മുതൽ 10,000 രൂപ വരെയാണ് തൃണമൂൽ ഗുണ്ടകൾ ഈടാക്കിയിരുന്നത്. 10,000 നൽകുന്നവർക്ക് ആധാർ ഉടനടി ലഭിക്കും. അതോടെ ഭാരതത്തിൽ എവിടെ വേണമെങ്കിലും സ്വതന്ത്രരായി നടക്കാം. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി BJP സർക്കാർ വന്നതോടെ സംഘടിത നുഴഞ്ഞുകയറ്റം നിലച്ചു. കണക്കില്ല. പോലീസിനും അതിഥി തൊഴിലാളികളായി എത്തുന്നവരുടെ ആധാർ അടക്കമുള്ള പൂർണ്ണ വിവരങ്ങൾ പോലീസിന് കൈമാറണം എന്നതാണ് വ്യവസ്ഥ. ലേബർ കോൺട്രാക്ടർമാരോ അവരുടെ ഏജന്റുമാരോ ആണ് ഇത് ചെയ്യേണ്ടത്. ഫാക്ടറിയിൽ തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കണം എന്നാണ്. എന്നാൽ ഉടമകൾ പലരും അത് ചെയ്യുന്നില്ല. ലേബർ ഏജന്റുമാരാണ് ഇവരെല്ലാം ഉടമകൾക്ക് കൈമാറിയിരുന്നത്. ആഴ്ചതോറും ഭായിമാർ കമ്പനി മാറുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവരശേഖരണം അപ്രായോഗികമായി. ഇടയ്ക്ക് പലരും നാട്ടിലേക്ക് മടങ്ങുന്നതും പതിവാണ്. പകരം മറ്റൊരു ബാച്ചാവും എത്തുക. ചിലർ കേരളത്തിൽ തന്നെ വിവിധ ഇടങ്ങളിലേക്ക് ജോലി മാറും. ഭാരതീയരാണ് എന്ന് തെളിയിക്കാൻ ഇവരുടെ കൈവശം ആധാർ കാർഡുണ്ട്. എന്നാൽ ഇതിൽ പലതും ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ കാർഡുകളാണ് എന്ന് പല ഫാക്ടറി ഉടമകൾക്കും അറിയാം. പരാതിപ്പെട്ട് പൊല്ലാപ്പാക്കേണ്ട എന്ന് കരുതി പലരും കണ്ണടയ്ക്കുന്നു. പോലീസിന് മുന്നിൽ സമർപ്പിക്കുന്ന ആധാർ കാർഡുകളുടെ നിജസ്ഥിതി അറിയാനും സംവിധാനമില്ല. MDMA പോലുള്ള രാസലഹരികൾ കേരളത്തിലെത്തിക്കുന്ന കാരിയേഴ്സ് ആണിവർ. നാട്ടിൽ പോയി മടങ്ങുമ്പോൾ ലക്ഷങ്ങൾ മൂല്യമുള്ള ലഹരിയാണ് ചിലർ കൊണ്ടുവരിക. തമ്പടിക്കുന്ന നഗരത്തിൽ തന്നെ ഇത് വിറ്റു തീർക്കും. ഉപഭോക്താക്കളിൽ മലയാളികളും ധാരാളം. മറ്റൊരു വസ്തുത, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്നിറങ്ങുന്ന 100 കണക്കിന് അതിഥികൾക്കൊപ്പം സ്ത്രീകളും ഉണ്ടാകും. എന്നാൽ ഇവർ ഭാര്യമാരല്ല, ലിവിംഗ് ടുഗദറുമല്ല. കേരളത്തിലെത്തിയാൽ ഇവർ പലർക്കൊപ്പമാണ് താമസം. ഒരിക്കൽ കൊണ്ടുവരുന്ന സ്ത്രീകളെ ഇവർ അടുത്ത തവണ കൂടെ കൂട്ടില്ല എന്ന് പറയുന്നു. 1,00,000-ലധികം വരുന്ന അതിഥികൾ കൂട്ടത്തോടെ തെരുവിൽ ഇറങ്ങിയാൽ കേരളീയർക്ക് പെരുമ്പാവൂരിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പെരുമ്പാവൂർ നിവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. പക്ഷേ വ്യാപാരികൾ, ഓട്ടോറിക്ഷക്കാർ, പാർപ്പിടമൊരുക്കുന്നവർ, ബിവറേജ് ഷോപ്പുകൾ, ആശുപത്രികൾ, ഈ മേഖലകളിൽ ഉള്ളവർക്ക് ഈ പെരുമ്പാവൂരിൽ വരുന്നിറങ്ങുന്ന അതിഥി തൊഴിലാളികളെ കൊണ്ട് ഉപകാരം ഏറെയാണ്. ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത് തന്നെ ഇവരുള്ളത് കൊണ്ടാണെന്ന് ഉടമകൾ പറയുന്നു. ക്രിസ്തുമസ് ആഘോഷത്തിനിടയിൽ ഉണ്ടായ സംഘർഷവും തുടർന്നുണ്ടായ ആക്രമണങ്ങളുമാണ് കിഴക്കമ്പലം ലേബർ ക്യാമ്പ് കലാപം എന്നറിയപ്പെടുന്നത്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കം പരിഹരിക്കാനെത്തിയ കുന്നത്തുനാട് പോലീസിന് നേരെ തൊഴിലാളികൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പോലീസ് ജീപ്പുകൾ തല്ലി തകർക്കുകയും ഒരു വാഹനം അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ആക്രമണത്തിൽ CI അടക്കം 5 പോലീസുകാർക്ക് പരിക്കേറ്റു. 170-ലധികം അതിഥി തൊഴിലാളികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് വൻ ചർച്ചയായ ഈ സംഘർഷത്തെ തുടർന്ന് പോലീസിനെ ആക്രമിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനൊപ്പം തൊഴിലാളികളുടെ വിവരശേഖരണം കർശനമാക്കണമെന്നും തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകി. പക്ഷെ പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. ഇതിങ്ങനെ തുടരുകയാണ് എങ്കിൽ പെരുമ്പാവൂരിന്റെ അവസ്ഥ എന്താകും എന്നത് നിർവചിക്കാനാവില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.